ഒരുപാട് ഫോളോവേഴ്സും ഒരു ഇൻഫ്ലുവൻസർ ലെവൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ടോ ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറുടെ അടുത്ത് നിന്ന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പഠിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു 100 ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഇല്ല, നമ്മൾ പുതുതായിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജോ അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡിൻ പേജോ തുടങ്ങിയിട്ട് എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായില്ല. ആകെ 500-600 ഫോളോവേഴ്സ് ആണ് ആകെ ഉണ്ടായിരുന്നത്. അത് ഞാൻ ആകെ ഒരു സിംഗിൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് ലിങ്ക്ഡിൻ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് മന്തിൽ $1000 അച്ചീവ് ചെയ്തത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ എല്ലാ മാർക്കറ്റേഴ്സും പറയുന്ന പോലെ തന്നെ നമ്മൾ തുടങ്ങേണ്ടത് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നിന്നല്ല, നമ്മൾ തുടങ്ങേണ്ടത് നമ്മളുടെ ഒരു നിഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് മാർക്കറ്റാണ്, ഒരു ചെറിയ മാർക്കറ്റ് സ്പേസ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഒരു വാട്ടർ ബോട്ടിൽ, ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിലാണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ വാട്ടർ ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണല്ലോ വാട്ടർ ബോട്ടിൽ. അപ്പോൾ അത് നമ്മളെല്ലാവർക്കും ഈ വാട്ടർ ബോട്ടിലിനെ കുറിച്ച് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സെല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ബോട്ടിൽ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകളെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈക്കിൾ ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പോർട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾക്ക്, റണ്ണിങ് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോകുന്ന ആളുകൾക്ക്, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ നിഷ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിഷിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു പെർട്ടിക്കുലർ നിഷിലേക്ക് ഈ വാട്ടർ ബോട്ടിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓഡിയൻസിനായിട്ട് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു അറ്റാച്ച്മെന്റ് വരുത്താനും അവരുമായിട്ട് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ നമുക്ക് നിഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തത്, ഞാനിപ്പോൾ വാട്ടർ ബോട്ടിൽസ് പറഞ്ഞു, വാട്ടർ ബോട്ടിൽ എക്സാമ്പിൾ പറഞ്ഞാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ പാടെ ഒഴിവാക്കി. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ലെവൽ ഒരു 10 lakh ഫോളോവേഴ്സ് അല്ലെങ്കിൽ 100,000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു വാട്ടർ ബോട്ടിൽ സെല് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കമ്മീഷൻ കൊണ്ട് ഒരുപാട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. കാരണം ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഒരുപാട് പേർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്മീഷൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് വാട്ടർ ബോട്ടിൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ, അഫിലിയേറ്റ് ആയിട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജോബ് റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള സാലറി ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നമുക്കതിന് വേണ്ട ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാവുമ്പോൾ നമുക്കത് മടുക്കും, നമ്മളത് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ഈ നിഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നിഷിനേക്ക് ആവശ്യമുള്ള ഒരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ്, അതായത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കണം. അതായത് ഒരു 5-10 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജോബ് റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള സാലറി, ഒരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആമസോണിലൊക്കെ ഉള്ള ഇപ്പോൾ വാട്ടർ ബോട്ടിൽസ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ 4% അല്ലെങ്കിൽ 3% ഒക്കെയാണ് കമ്മീഷൻ കിട്ടുന്നതെങ്കിൽ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഒരു സോഫ്റ്റ്വെയർ സെല് ചെയ്ത് കഴിഞ്ഞാൽ 30% മുതൽ 70% വരെ, 80% വരെയൊക്കെ നിങ്ങൾക്ക് അഫിലിയേറ്റ് കമ്മീഷൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ആവറേജ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40-60% നമുക്ക് കമ്മീഷൻ കിട്ടും. അത് തന്നെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, അതായത് മന്ത്ലി പേ ചെയ്ത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണെങ്കിൽ നമുക്ക് റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻ കിട്ടും. ഓരോ തവണ കസ്റ്റമർ പേ ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ ഓരോ മാസവും നമുക്കതിൽ നിന്ന് ഒരൊറ്റ കസ്റ്റമറിൽ നിന്ന് തന്നെ കമ്മീഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് പാസീവായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണമല്ലോ. ഇൻസ്റ്റഗ്രാം ചൂസ് ചെയ്യാം, യൂട്യൂബ് ചൂസ് ചെയ്യാം, ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണോ കൂടുതൽ ആക്റ്റീവ് എന്നുള്ളത് നോക്കണം. രണ്ടാമത് നമുക്ക് ഏതാ കംഫർട്ടബിൾ എന്നുള്ളത് നോക്കണം. അതായത് ചില ആളുകൾക്ക് എഴുതാനായിരിക്കും താല്പര്യം ഉണ്ടാവുക, ചില ആളുകൾക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും, ചില ആളുകൾക്ക് ഓഡിയോ ചെയ്യാനായിരിക്കും എളുപ്പം, ചില ആളുകൾക്ക് കണ്ടന്റ് ക്രിയേറ്റീവ്സ് ഡിസൈൻ ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ നമ്മളുടെ കംഫർട്ടും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചൂസ് ചെയ്തത് ലിങ്ക്ഡിൻ ആയിരുന്നു അന്ന്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലോങ് ഫോം ടെക്സ്റ്റ് എഴുതുന്നതായിരുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ. മെസ്സേജ് അയക്കുക ആ ഒരു രീതിയായിരുന്നു എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ. നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമേജസ് ചെയ്യാനോ താല്പര്യമുള്ള ആളുകൾക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ പിൻട്രസ്റ്റ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ അഫിലിയേറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. ആദ്യം നിങ്ങൾ ഒരു 5-ൽ താഴെ മാത്രം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്തത്. അന്ന് ക്ലിക്ക് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അവരുടെ ഒരു വൺ ഫണൽ അവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ അഫിലിയേറ്റ് ആയിട്ട് ചെയ്തത്. അപ്പോൾ ഈ ക്ലിക്ക് ഫണലിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ക്ലിക്ക് ഫണലാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡിംഗ് പേജുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ട്രയൽ എടുക്കാം. ആ ട്രയൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ നിഷ് ഞാൻ ചൂസ് ചെയ്തത് ബിസിനസ് കോച്ചിങ് ചെയ്യുന്ന ആളുകളാണ് ഞാൻ നിഷ് ആയിട്ട് ഫോക്കസ് ചെയ്തത്. എന്നാൽ ഞാൻ എന്ത് ചെയ്തു, ഈ ക്ലിക്ക് ഫണൽ യൂസ് ചെയ്തിട്ട് ഈ ബിസിനസ് കോച്ചുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാൻഡിംഗ് പേജുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതായത് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണോ ആ ഒരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് പോലെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ആളുകളുടെ അടുത്ത് മെസ്സേജ് അയച്ചു. ലിങ്ക്ഡിനിൽ ഞാൻ കണ്ടന്റ് എഴുതുന്നുണ്ട്, ഈ സെയിൽസ് ഫണലിനെ കുറിച്ചും ക്ലിക്ക് ഫണൽസിനെ കുറിച്ചൊക്കെ കണ്ടന്റ് എഴുതുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഡെയിലി ഒരു 10-20 പേർക്ക് ബിസിനസ് കോച്ചുകൾക്ക് ലിങ്ക്ഡിനിലൂടെ മെസ്സേജ് അയക്കും. ലിങ്ക്ഡിനിലൂടെ മെസ്സേജ് അയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു കണക്ട് വിത്ത് യു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് പറയും, ഞാൻ ഇങ്ങനെ ബിസിനസ് കോച്ചുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ലാൻഡിംഗ് പേജുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഇറ്റ് ടു യു ഫോർ ഫ്രീ. ഞാൻ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് തരാം. യു ക്യാൻ ടെസ്റ്റ് ഇറ്റ്, യു ക്യാൻ എഡിറ്റ് ഇറ്റ്, ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് ഗിവ് മി എ ടെസ്റ്റിമോണിയൽ, പ്ലീസ് ഗിവ് മി എ റിവ്യൂ എന്ന് പറയും. അതായത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട്, ആ ടെംപ്ലേറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ അതിൻ്റെ ടെസ്റ്റിമോണിയൽ വാങ്ങുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ, ഒരു റിവ്യൂ. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ആ കൊടുക്കുന്ന സാധനം ഫ്രീ ആണ്. അതുകൊണ്ട് അവരത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവരുടെ അടുത്ത് പറയും, ഞാൻ ഈ ടെംപ്ലേറ്റ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ക്ലിക്ക് ഫണൽ എന്ന് പറഞ്ഞുള്ള സോഫ്റ്റ്വെയർ ആണ്. യു ക്യാൻ ഓൾസോ ക്രിയേറ്റ് എ ഫ്രീ യു ക്യാൻ ഓൾസോ ക്രിയേറ്റ് എ ക്ലിക്ക് ഫണൽ അക്കൗണ്ട് ആൻഡ് ജസ്റ്റ് ഇമ്പോർട്ട് ഇറ്റ് ടു ദിയർ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്കൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്കൊരു സോഫ്റ്റ്വെയർ വാങ്ങേണ്ടി വരും. പിന്നെ ആ സോഫ്റ്റ്വെയർ വാങ്ങിക്കഴിഞ്ഞാലും ഇപ്പം ഞാൻ കൊടുത്ത പോലത്തെ ഒരു ലാൻഡിംഗ് പേജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് $500 അല്ലെങ്കിൽ $1000 അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ഞാൻ സേവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവർ എൻ്റെ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവർ തന്നെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ അത്രയും രൂപ അതിൽ ലാഭിക്കും. പിന്നെ അവർക്ക് നമ്മളുടെ അടുത്ത് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് ലാൻഡിംഗ് പേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സോഫ്റ്റ്വെയർ വാങ്ങിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ആ സോഫ്റ്റ്വെയറിന് മാത്രമാണ് പേ ചെയ്യുന്നത്. നമ്മളെ അടുത്ത് ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ടെംപ്ലേറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ക്ലിക്ക് ഫണലിൻ്റെ സോഫ്റ്റ്വെയർ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ലിങ്കിലൂടെ എടുക്കാൻ പറയുക. അപ്പോൾ നമുക്കതിൻ്റെ റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ക്ലിക്ക് ഫണലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അന്ന് 30% ആയിരുന്നു കമ്മീഷൻ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. ഇത് ഏത് സോഫ്റ്റ്വെയറിനും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ യോഗ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യോഗ എഡിറ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന യോഗ ട്രെയിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റുകൾ, വീഡിയോ ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക് റീലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരുടെ അടുത്ത് പറയാം, ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഇറ്റ് ഫോർ ഫ്രീ. ഇത് ഇന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഞാൻ ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. യു ക്യാൻ ഇമ്പോർട്ട് ദിസ് ടെംപ്ലേറ്റ് ഫോർ ഫ്രീ. അപ്പോൾ അവർക്ക് അവരുടെ ജോലി എളുപ്പമായി. ഇവിടെ സംഭവിക്കുന്നത് വേറെ കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലിക്ക് ഫണൽ ആളുകൾക്ക്, ഇപ്പോൾ ഒരു ബിസിനസ് കോച്ചിനെ സംബന്ധിച്ച് അവർക്ക് ക്ലിക്ക് ഫണൽ യൂസ് ചെയ്യണം, ക്ലിക്ക് ഫണൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യും എന്നൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് ഈ ഫണൽ ബിൽഡ് ചെയ്യാനുള്ള നോളജ് ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേറെ ഒരു ഫ്രീലാൻസറെ ഹയർ ചെയ്തിട്ട് ആ ഫണൽ ബിൽഡ് ചെയ്യിപ്പിക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. ഇനി അവർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിലോ അവർക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലോ നമ്മൾ ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, നിങ്ങൾ സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നു. അവർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മളുടെ ടെംപ്ലേറ്റ് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് അഫിലിയേറ്റ് കമ്മീഷൻ റിക്കറിംഗ് ആയിട്ട് കിട്ടുന്നു. ഇതാണ് ഒരു മെത്തേഡ്. ഇനി നിങ്ങൾക്ക് ഫണൽ ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്യാനുള്ള സ്കില്ലില്ലെങ്കിൽ എന്ത് ചെയ്യാം, ചീപ്പായിട്ട് ഏതെങ്കിലും ഒരു ഫ്രീലാൻസറിനെ വെച്ചിട്ട് 2-3 ടെംപ്ലേറ്റുകൾ
ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരാളെ കൊണ്ട് ഒരു 2-3 ടെംപ്ലേറ്റ് ഒരു നിഷിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുക. അത് എത്ര ആളുകൾക്ക് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക്. അതായത് ഞാൻ സെല് ചെയ്യുന്നത് വൺ ഫണലവേ സെല് ചെയ്ത സമയത്ത് അന്ന് $100 ആയിരുന്നു കമ്മീഷൻ ഉണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് മന്തിൽ ഇതുപോലെ മെസ്സേജ് അയച്ചു. ഡെയിലി ലിങ്ക്ഡിനിൽ 15 to 20 ആളുകൾക്ക് ഞാൻ കണക്ഷൻ റിക്വസ്റ്റ് അയക്കും. അവർക്കെല്ലാം മെസ്സേജ് അയക്കുകയും ചെയ്യും. ഫസ്റ്റ് മന്തിൽ ഞാൻ 12-13 സെയിൽ ചെയ്തു. $1300 ഞാൻ കമ്മീഷനായിട്ട് കിട്ടുകയും ചെയ്തു. $1300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം 1,15,000-20,000 രൂപ ആ ഫസ്റ്റ് മന്തിൽ ഞാൻ കമ്മീഷൻ കിട്ടി. ഇതിന് നിങ്ങൾക്ക് ഒരു ഫോളോവേഴ്സിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. നിങ്ങൾ അപ്പോൾ മുതൽ നിങ്ങൾ എന്നാണോ ഇത് സ്റ്റാർട്ട് ചെയ്യാനോ തീരുമാനിക്കുന്നത് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് റീച്ച് ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾ ലിങ്ക്ഡിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം ലിങ്ക്ഡിനിൽ മാനുവലായിട്ട് മെസ്സേജ് അയച്ചു. നിങ്ങൾക്കൊരു ഏർണിംഗ് എല്ലാം കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്നൊരു സോഫ്റ്റ്വെയർ ലിങ്ക്ഡ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ലിങ്ക്ഡ് ക്യാമ്പ് യൂസ് ചെയ്തിട്ട് ഈ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്നതോ മെസ്സേജ് അയക്കുന്നതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഓട്ടോമേഷൻ ടൂൾസ് ഒരുവിധം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനും അവൈലബിൾ ആണ്. പക്ഷേ ആദ്യം നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബിസി ആവില്ലല്ലോ, നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉള്ള സമയത്ത് നിങ്ങൾ മാനുവലായിട്ട് തന്നെ റീച്ച് ഔട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു കമ്മീഷനൊക്കെ കിട്ടി അത്യാവശ്യം ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പാകത്തിലാവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇതുപോലെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണൽ ടെംപ്ലേറ്റുകളും ഓട്ടോമേഷൻ ടെംപ്ലേറ്റുകളും എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ അവൈലബിൾ ആണ്. പോരാതെ നമുക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിക്കകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആളുകൾ ആൻസർ ചെയ്യും, ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ ടീം ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് എവിടെ എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് നമുക്ക് വെനസ്ഡേയിൽ കോച്ചിങ് കോഴ്സ് ഉണ്ട്. അപ്പോൾ കോച്ചിങ് കോഴ്സിൽ ഗ്രൂപ്പ് കോച്ചിങ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്ത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാലം അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ആക്റ്റീവായി നിൽക്കണോ അത്രത്തോളം കാലം നമ്മളുടെ കമ്മ്യൂണിറ്റി യൂസ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി $37 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് 3 മാസത്തേക്ക്. അങ്ങനെ ഓക്കെ. നിങ്ങൾ അഗെയിൻ നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ അതിലൂടെയാണ് കൊടുക്കുന്നത്. എൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം അതിൽ കിട്ടും. എനിക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. കോളിലൂടെയും സൂം മീറ്റിങ്ങിലൂടെ ഒക്കെ ആക്സസ് കിട്ടും. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് കമൻറ്റിൽ ഇടാം. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യാം. സീ യു അഗൈൻ.